എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഒരു അറബിക് സ്നാക്കായിട്ടുള്ള മുർത്തബക്കിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു സ്നാക്കായിട്ട് മാത്രമല്ല, ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ റെഡിയാക്കാം. ഇതാകുമ്പോൾ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫില്ലിംഗ് ആണ്. ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാകും. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഒരു ബൗളിലോട്ടേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ബട്ടറോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യും ഉപ്പും മൈദൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും യോജിക്കുന്ന നിലയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കുന്ന സമയത്ത് ഹാർഡായി പോകാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇതിനുള്ള മസാല റെഡിയാക്കാം. ഇനി നന്നായിട്ട് കഴുകിയിട്ടുള്ള 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. കൂടുതൽ പേസ്റ്റ് പോലെ ആക്കണ്ട കേട്ടോ. ഇത് നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാളൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം. അതുവരെ നല്ല വണ്ണത്തിനൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഏകദേശം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളർ വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇവിടെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് വരണം. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തതാണിത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളും ചിക്കനും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചേർത്തിട്ടുള്ള ചിക്കനൊക്കെ നല്ലവണ്ണം തന്നെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. 15 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ മുട്ട നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ളവും കുരുവും കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ സവാളയും തക്കാളിയും മുട്ടയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ മിക്സായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലൊട്ടേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചിക്കൻ മസാലയും ഞാൻ ഇതിലൊട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ മുട്ടയും നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിക്കണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടേക്കും എത്തുന്ന നിലയിൽ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ചുള്ള നമ്മുടെ മാവിൽ നിന്നും ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള മാവ് എടുക്കുക. ഇതിൻ്റെ പലകയിൽ ഒരൽപ്പം പൊടി തൂകിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന നിലയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയുള്ള ഫില്ലിങ്ങിൽ നിന്നും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തോട്ടേക്കും ഒരു സ്ക്വയർ രൂപത്തിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് സെൻറ്റർ ഭാഗത്തോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഏകദേശം ഒരു ബോക്സ് രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഇവിടെ ഒരു മുർത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ഓരോ മുർത്തബക്കും ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് പ്രസ് ചെയ്ത് പോകരുത്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പാനിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഭാഗമാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരൽപ്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗത്തും എല്ലാ വശങ്ങളിലും നമുക്കിതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ഒരു 4-5 തവണ നമ്മളിതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് 2 ഭാഗവും നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ മുരിയിച്ചെടുക്കണം. വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും ആകുന്നത് വരെ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ഒരു ഭാഗം നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വശങ്ങളിലും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ 2 തവി വെച്ചിട്ട് ഇതുപോലെ 4 വശങ്ങളിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു ഭാഗം കൂടി നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ 2 തവി വെച്ചിട്ട് നമുക്ക് 4 വശവും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ മാറി മാറി ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. വളരെ ഈസിയാണ് കേട്ടോ, എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുർത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്, കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മുർത്തബക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.